Hello, guten Tag. Welcome back to the podcast series of Fleeky Career. I'm Keerthana. And I'm Payal. ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ജർമ്മനിൽ ഒരുപാട് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് മെഡിസിന്റെ കീഴിൽ ഒരുപാട് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെക്ടറിന്റെ കീഴിൽ വരുന്ന ഒരു പ്രൊഫഷൻ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഫ്യൂർ ഗസുൻഹൈറ്റ് ടൂറിസ്മസ് എന്ന കോഴ്സ് അഥവാ ഹെൽത്ത് കെയർ ടൂറിസം അസിസ്റ്റന്റ് എന്ന കോഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഇതൊരു ഹെൽത്ത് ടൂറിസം വെൽനസ് സർവീസ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷനാണ്. എക്സാക്ട്ലി. ഈ പ്രൊഫഷനിൽ ആളുകൾക്ക് നമ്മൾ ഹെൽത്ത് അല്ലെങ്കിൽ വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും കസ്റ്റമർ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതാണ് പ്രധാന ജോലി. ഓക്കെ, നമ്മളിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഫഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇതിന്റെ ജോലി എവിടെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ പായൽ, അസിസ്റ്റന്റ് ഫ്യൂർ ഗസുൻഹൈറ്റ് ടൂറിസ്മസ് എന്നീ പ്രൊഫഷൻ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ, അപ്പോൾ ഈ ഗസുൻഹൈറ്റ് ടൂറിസ്മസ് അഥവാ ഹെൽത്ത് കെയർ ടൂറിസം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർ ഹെൽത്ത് ടൂറിസം ആൻഡ് വെൽനസ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. അവർ ഹെൽത്ത് റിലേറ്റഡ് വെക്കേഷൻ പാക്കേജസ്, റീഹാബിലിറ്റേഷൻ ഓഫേഴ്സ്, വെൽനസ് പ്രോഗ്രാംസ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതാണ് പ്രധാന ജോലി. അതായത് ഹെൽത്ത് ഫീൽഡും അതുപോലെ തന്നെ ടൂറിസം ഫീൽഡും കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണല്ലേ ഇത്? എക്സാക്ട്ലി. അതായത് അവർ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വെൽനസ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക, ടൂറിസം ഓഫേഴ്സ് ഓർഗനൈസ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, മാത്രമല്ല കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ നീഡ്സ് അനുസരിച്ച് പേഴ്സണലൈസ്ഡ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക എന്നൊക്കെയാണ്. ഓക്കെ, ദാറ്റ് സൗണ്ട്സ് മോർ ഇൻട്രസ്റ്റിംഗ്. അത് ജർമ്മനിയിലെ ഈ ഹെൽത്ത് കെയർ ഫീൽഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു അസിസ്റ്റന്റ് ഫ്യൂർ ഗസുൻഹൈറ്റ് ടൂറിസ്മസ് ഈ ഒരു പ്രൊഫഷണൽസ് എവിടേക്കാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ടൂറിസം ഹോട്ടൽസ്, വെൽനസ് സെന്റേഴ്സ്, വെൽനസ് കമ്പനീസ്, ടൂറിസം കമ്പനീസ്, റീഹാബിലിറ്റേഷൻ ക്ലിനിക്സ് എന്നിങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിൽ അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓഫീസ് വർക്കും കസ്റ്റമർ ഇന്ററാക്ഷനും രണ്ടും ഉണ്ടാവും അല്ലേ? അതെ, അവർ മോസ്റ്റ് ഓഫ് ദ ടൈം ഓഫീസ് എൻവയോൺമെന്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുക. പിന്നീട് പ്രോഗ്രാംസ് കമ്പ്യൂട്ടറിൽ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമേഴ്സിന് ഗൈഡാണ് ചെയ്യുക. പിന്നീട് അവർ പ്രോഗ്രാംസ് പ്രസന്റ് ചെയ്യുകയും വെൽനസ് സർവീസസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ഒരു പ്രൊഫഷന്? അതെ അതെ, തീർച്ചയായും. കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഫ്യൂർ ഗസുൻഹൈറ്റ് ടൂറിസ്മസ് എന്നീ ഒരു പ്രൊഫഷൻ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്തേക്കാം. സോ അവർക്ക് വേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ സ്കിൽസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഈ പ്രൊഫഷണൽ ടെക്നിക്കൽ സ്കിൽസിനോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് സ്കിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ സ്കിൽസ് എന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സ്കിൽസ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കസ്റ്റമർ സർവീസ് സ്കിൽസ്, പ്ലാനിങ് എബിലിറ്റി, നെഗോഷിയേഷൻ സ്കിൽസ്, മാർക്കറ്റിംഗ് തിങ്കിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യേണ്ടി വരുന്നതിനാൽ തന്നെ നമുക്ക് പൊളൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമല്ലേ? തീർച്ചയായും. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ വേണം അവർക്കുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വെൽനസ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ പൈൽ, അതായത് നമുക്ക് ഹെൽത്ത് കെയർ നോളേജ് മാത്രം പോരാ, കൂടെ ബിസിനസ് തിങ്കിങ് കൂടെ വേണമെന്നാണ് പറഞ്ഞത്? യെസ്, എക്സാക്ട്ലി. ബിക്കോസ് ദേ ഓൾസോ കാൽക്കുലേറ്റ് പ്രൈസസ്, പ്രിപ്പയർ ഓഫേഴ്സ് ആൻഡ് കോർഡിനേറ്റ് സർവീസസ്. അതുകൊണ്ട് തന്നെ ബിസിനസ് തിങ്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊഫഷന് വേണ്ട വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതായത് ഈ പ്രൊഫഷനിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം വർക്ക് ചെയ്യുക ഓഫീസ് അല്ലെങ്കിൽ വെൽനസ് സെന്റേഴ്സിലായിരിക്കും. പിന്നീട് അവർ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഴ്സ്, പ്രസന്റേഷൻ, പ്രോഗ്രാം പ്ലാനിങ്സിലായിരിക്കും. ചിലപ്പോൾ വർക്ക്സ് ഈവനിങ് അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഉണ്ടാവാം. അതായത് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ഈവന്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് മാറാം. സോ ദിസ് പ്രൊഫഷൻ ഈസ് ലെസ് ഫിസിക്കലി ഡിമാൻഡിങ് കമ്പയർ ടു നഴ്സിംഗ് പ്രൊഫഷൻ, റൈറ്റ്? യെസ്, കമ്പാരേറ്റീവ്ലി. ബട്ട് ഇതിൽ റിക്വയർ ആവുന്നത് മെന്റൽ ഫോക്കസും കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയും കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസും ആണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോടൊപ്പം ഇന്ററാക്ട് ചെയ്യേണ്ട വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പേഷ്യൻസും കോൺഫിഡൻസും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഡെഫിനറ്റ്ലി. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ്സ് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഈ ഒരു ഗസുൻഹൈറ്റ് ടൂറിസ്മസ് എന്നീ ഒരു പ്രൊഫഷന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ജർമ്മനിയിൽ വേണ്ടത്? അതായത് ഈ ട്രെയിനിങ് യൂഷ്വലി സ്കൂൾ ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡ്യൂറേഷൻ 2 to 3 years. അതായത് നമ്മൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ലേണിംഗ് ഫോർമാറ്റും അനുസരിച്ച് മാറാം. പിന്നെ കുട്ടികൾ പഠിക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ജർമ്മൻ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ലാംഗ്വേജസ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജി, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ആയിരിക്കും. കൂടാതെ തന്നെ പ്രാക്ടിക്കൽസിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്.
ഓക്കെ, ഇപ്പോൾ ജർമ്മൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ജർമ്മനിൽ പഠിക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വന്നത് ജർമ്മൻ ലാംഗ്വേജിനെ ആയിരിക്കും. സോ ഈ ഒരു പ്രൊഫഷന് ജർമ്മൻ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ B1 മതിയോ അഥവാ ഇനി B2 ഫുൾ മൊഡ്യൂൾ തന്നെ വേണോ എന്ന് പല സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ടാണ്. സോ അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ. അതായത് ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെ എംപ്ലോയേഴ്സും ചോദിക്കുന്നത് B1 അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ആണ്. അപ്പോൾ ഫുൾ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇന്ന് വരുന്നത് ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. അതിൽ തന്നെ സ്പീക്കിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ കൂടുതലായിട്ട് വരിക. ഓക്കെ, അപ്പം നമുക്ക് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്കില്ല് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായും. കാരണം നമുക്ക് ഒരുപാട് ജർമ്മൻ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രൊഫഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പോഡ്കാസ്റ്റിലൂടെ അസിസ്റ്റന്റ് ഫ്യൂർ ഗസുൻഹൈറ്റ് ടൂറിസ്മസ് എന്നീ ഒരു പ്രൊഫഷനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിച്ചെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ ജർമ്മനിയിലുള്ള ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ, പ്രത്യേകിച്ച് മെഡിസിന്റെ കീഴിൽ വരുന്ന ഡിഫറെന്റ് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളെ പറ്റി ഡിസ്കഷനായി വരുന്നത് വരെ ഷൂസ്.